മൂന്നാറിലെ ഒറ്റയാൻ പടയപ്പയുടെ ഓരോ ചലനവും വനംവകുപ്പ് നിരീക്ഷിച്ചു തുടങ്ങി. ഡ്രോൺ അടക്കം ഉപയോഗപ്പെടുത്തിയാണ് പ്രത്യേക ദൗത്യസംഘത്തിന്റെ നിരീക്ഷണം. ഏതാനും നാളുകളായി മൂന്നാറിലെ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന പടയപ്പ വ്യാപക നാശമാണുണ്ടാക്കുന്നത്. ഇതോടെയാണ് കാട്ടാനയെ നിരീക്ഷിക്കാൻ പ്രത്യേക ദൗത്യസംഘത്തെ നിയോഗിച്ചത്. അത്യാധുനിക സംവിധാനമുള്ള ഡ്രോൺ ഉപയോഗിച്ചാണ് വനംവകുപ്പിന്റെ നിരീക്ഷണം. ആന ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാനും ശ്രമിക്കും. രാത്രി മൂവ്മെന്റ്സ് പലപ്പോഴും നമുക്ക് കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനാണ് ഈ തരത്തിലുള്ള ടെക്നോളജികളുടെ സഹായത്തോടു കൂടെ അപ്പോൾ നമുക്ക് ഇപ്പോൾ മാട്ടുപ്പെട്ടിയിലേക്ക് വരുവാണെങ്കിൽ അപ്പോഴേക്കും നമുക്കറിയാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അവിടെയുള്ള ടീമിനെ നമുക്ക് അലർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ഈ തരത്തിലുള്ള ഈ സംഭവങ്ങൾ, ദൗർഭാഗ്യകരമായ സംഭവങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. 2 മണിക്കൂറിലധികം ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന വലിയ 2 ഡ്രോണുകളാണ് വനംവകുപ്പ് എത്തിച്ചിരിക്കുന്നത്. രാത്രിയിലടക്കം ദൃശ്യങ്ങൾ വ്യക്തമായി പകർത്താൻ കഴിയും. നിലവിൽ പടയപ്പ മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷന് സമീപം തേയിലക്കാടിനുള്ളിലെ ചെറിയ ചോലയ്ക്കുള്ളിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.